പെരുന്നാളായതോടെ ജിദ്ദയിലെ മഹബ്ബ ഗ്രാൻഡ് ഇഫ്താർ അവസാനിച്ചു. റമദാൻ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ നോമ്പ് തുറന്നത്. ജിദ്ദയിലെ റിസാല സ്റ്റഡി സർക്കിളിന്റെ ആസ്ഥാനത്താണ് നോമ്പുകാലത്ത് മാതൃകാപരമായ സൗജന്യ ഇഫ്താർ വിരുന്നുകൾ ഒരുക്കിയത്. റിസാല സ്റ്റഡി സർക്കിൾ ജിദ്ദ സിറ്റി ആസ്ഥാനത്താണ് റമദാൻ മുഴുവനും മഹബ്ബ ഗ്രാൻഡ് ഇഫ്താർ വിരുന്നൊരുക്കിയത്. നോമ്പ് തുടങ്ങി അവസാനിക്കുന്നതുവരെ സെന്ററിലെത്തുന്ന എല്ലാ അതിഥികൾക്കും നോമ്പ് തുറ തികച്ചും സൗജന്യം. ഓരോ ദിവസവും 400ഓളം പേരാണ് ഇവിടെ നോമ്പ് തുറക്കാനെത്തിയത്. അതായത് നോമ്പ് അവസാനിക്കുമ്പോഴേക്കും 10,000-ഓളം പേർ ഇവിടെ നോമ്പ് തുറന്നു. പ്രദേശത്തെ മലയാളികളായ സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും ഏറെ ആശ്വാസമായിരുന്നു മഹബ്ബ ഗ്രാൻഡ് ഇഫ്താർ. തുടർച്ചയായ 2ാം വർഷമാണ് ഈ ഗ്രാൻഡ് ഇഫ്താർ ഒരുക്കുന്നത്. അൽഹംദുലില്ലാഹ് 29 ദിവസം കൊണ്ട് ഏകദേശം 12,000-ഓളം വിശ്വാസികളെ നോമ്പ് തുറപ്പിക്കാൻ സാധിച്ചു എന്നത് വലിയ ഒരു നേട്ടമായി സംഘടന കാണുന്നു. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവാസി ഘടകമായ RSCയുടെ ആസ്ഥാനമായിട്ടാണ് മഹബ്ബ സ്ക്വയർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർത്തും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സൗജന്യമായിട്ടാണ് ഇത്രയും വിശ്വാസികൾക്ക് വിപുലമായ ഇഫ്താർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരും വിശിഷ്ട വ്യക്തികളും അതിഥികളായി ഇഫ്താറിനെത്തി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്റ്റുഡന്റ് ഇഫ്താർ, സംഘടനാ നേതാക്കൾക്കായി സ്നേഹസംഗമം, പ്രൊഫഷനുകളെ പങ്കെടുപ്പിച്ച് റമദാൻ ഈവ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. സമാപന ഇഫ്താർ സംഗമത്തിൽ RSC ഗ്ലോബൽ സെക്രട്ടറി സാദിഖ് ചാലിയാർ, അസൈനർ ബാഖവി, നൌഫൽ മുസ്ലിയാർ, ഖാജ സഖാഫി, സിദ്ദിഖ് മുസ്ലിയാർ, യാസിർ ഇന്ദിനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.